ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട്സ്. ഇപ്പൊ പെർഫോമൻസ് രണ്ട് തരത്തിലുണ്ട്. ആക്ച്വൽ പെർഫോമൻസ് ഉണ്ട്, അല്ലെങ്കിൽ പെർഫോമൻസ് ഓഫ് ദി പ്രോമിസ് ഓർ അറ്റംപ്റ്റഡ് പെർഫോമൻസ് ഉണ്ട്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 38-ലാണ് പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ടിനെ കുറിച്ച് പറയുന്നത്. പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട് വാലിഡ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് വാലിഡ് ടെൻഡർ ഓഫ് പെർഫോമൻസ്. ടെൻഡർ മസ്റ്റ് ബി അൺകണ്ടീഷണൽ ആയിരിക്കേണ്ടതാണ്, പ്രോപ്പർ ടൈം ആൻഡ് പ്ലേസ് ഉണ്ടായിരിക്കേണ്ടതാണ്, റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കേണ്ടതാണ്, വോൾ ഒബ്ലിഗേഷൻ ആൻഡ് നോട്ട് ഇൻ പാർട്ട് ആയിരിക്കേണ്ടതാണ്, അതുപോലെ തന്നെ പ്രോപ്പർ പേഴ്സൺ ആയിരിക്കണം കൊടുക്കേണ്ടത്, പ്രോപ്പർ ഫോമിലായിരിക്കണം കൊടുക്കേണ്ടത്. അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു. ഇനി അടുത്തതാണ് പേഴ്സൺസ് ഹൂ ഷുഡ് പെർഫോം ദി കോൺട്രാക്ട്. ആരായിരിക്കണം കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ടത്? അപ്പൊ ഒരു കോൺട്രാക്റ്റിൽ രണ്ടുപേര് എൻ്റർ ചെയ്യുന്നുണ്ടായിരിക്കും. അവരുടെ ഇന്റൻഷൻ ഈസ് ദ ഡിസൈഡിങ് ഫാക്ടർ ഈസ് ഹൂ ഷുഡ് പെർഫോം ദി കോൺട്രാക്ട്. ആ ഇന്റൻഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇന്റൻഷനാണ് ഡിസൈഡിങ് ഫാക്ടർ ആയിട്ട് വരുന്നത്. ഹൂ ഷുഡ് പെർഫോം ദി കോൺട്രാക്ട്. ആ കോൺട്രാക്ട് ആരായിരിക്കണം പെർഫോം ചെയ്യേണ്ടത്? ഓൺ ദി ബേസ് ഓഫ് ദെയർ ഇന്റൻഷൻ ദി കോൺട്രാക്ട് മേ ബി പെർഫോംഡ് ബൈ. ഓരോരുത്തരുടെയും ഇന്റൻഷന്റെ ബേസിൽ, അല്ലെങ്കിൽ ആരുടേതാണ്, ഏത് ഫാക്ടറാണ്, ഡിസൈഡിങ് ഫാക്ടറാണ് അവിടെ വരുന്നത്, അതിന്റെ ബേസിൽ താഴെ പറയുന്ന ആർക്ക് വേണമെങ്കിലും കോൺട്രാക്ട് പെർഫോം ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നത് ആരായിരിക്കും? പ്രോമിസർ ഇറ്റ് സെൽഫ് ആയിരിക്കും. പ്രോമിസർക്ക് പറ്റില്ല, ഇൻ കേസ് ഡെത്ത് സംഭവിക്കുക, എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഹിസ് ലീഗൽ റെപ്രസെന്റേറ്റീവ്സ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പകരമായിട്ട് ആരായിരിക്കും ചെയ്യുന്നത്? ഏജന്റ്. അദ്ദേഹം അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഏജന്റ്. അല്ലെങ്കിൽ ചില പ്രോമിസുകൾ ആർക്ക് വേണമെങ്കിലും പെർഫോം ചെയ്യാം, തേർഡ് പേഴ്സൺ. ഓക്കെ, അപ്പൊ പേഴ്സൺസ് ഹൂ ഷുഡ് പെർഫോം ദി കോൺട്രാക്ട്: ദി പ്രോമിസർ, ദ ലീഗൽ റെപ്രസെന്റേറ്റീവ്സ്, ദി ഏജന്റ്, തേർഡ് പേഴ്സൺ. പ്രോമിസർ ആയിട്ടുള്ളത് എന്താണ്? ജനറലി ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യുന്നത് പ്രോമിസർ ആയിരിക്കും, അല്ലെങ്കിൽ ഹിസ് ലീഗൽ റെപ്രസെന്റേറ്റീവ്സ് ഓർ എനി അതർ കോമ്പറ്റന്റ് പേഴ്സൺ, അദ്ദേഹം എംപ്ലോയ് ചെയ്തിട്ടുള്ളത്. സാധാരണ കേസിലൊക്കെ ആരായിരിക്കും ചെയ്യുന്നത്? പ്രോമിസർ ഇറ്റ് സെൽഫ് ആയിരിക്കും. പ്രോമിസർ ഈസ് ദി ആപ്റ്റ് പേഴ്സൺ ടു പെർഫോം. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛൻ വേറെ ആരെങ്കിലോടും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരായിരിക്കണം അത് ചെയ്യേണ്ടത്? നിങ്ങൾ പോയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് നന്നാവോ? ഒരിക്കലില്ല. ആ ആപ്റ്റ് പേഴ്സൺ ആരായിരിക്കും? പ്രോമിസർ. ആരാണോ പ്രോമിസ് ചെയ്തത്, പ്രോമിസർ ഇസ് ദ ആപ്റ്റ് പേഴ്സൺ ടു പെർഫോം. ഇറ്റ് മീൻസ് ദാറ്റ് പ്രോമിസർ ഷുഡ് പെർഫോം ദ കോൺട്രാക്ട് ഇഫ് ദ പാർട്ടീസ് ഹാഡ് സച്ച് ആൻ ഇന്റൻഷൻ. അതിന് പാർട്ടീസിനും അത് തന്നെയായിരിക്കും താല്പര്യം. ആ പ്രോമിസ് ചെയ്ത വ്യക്തി തന്നെ വന്നിട്ട് അത് ചെയ്യുന്നതായിരിക്കും താല്പര്യം. അപ്പം പ്രോമിസർ ഷുഡ് പെർഫോം ദി കോൺട്രാക്ട്. എപ്പോഴും പ്രോമിസർക്ക് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പോൾ പേഴ്സൺസ് ഹൂ ഷുഡ് പെർഫോം ദി കോൺട്രാക്റ്റിൽ രണ്ടാമത്തെ ഒരു പെർഫോം ചെയ്യുന്നവരാണ് ലീഗൽ റെപ്രസെന്റേറ്റീവ്സ്. കോൺട്രാക്ട്സ് ഹാവ് നോ പേഴ്സണൽ സ്കിൽ ഓർ എക്സ്പെർട്ടൈസ്. ഒരാള് തന്നെ, ഇപ്പൊ നമ്മൾ ഒരു ടൈലറുടെ അടുത്ത് പോയി തയ്ക്കാൻ കൊടുത്തു. തയ്ക്കാൻ കൊടുത്തിട്ട് നമ്മൾ ആ തയ്ക്കാൻ കൊടുത്തിട്ടുള്ളത് ആര് തന്നെ തയ്ച്ചു തരണം? നമ്മൾ തയ്ക്കാൻ കൊടുത്തിട്ടുള്ള ടൈലർ, അദ്ദേഹമാണ് നമ്മളോട് പ്രോമിസ് ചെയ്തത്. ഇനി അദ്ദേഹത്തിന് തയ്ക്കാൻ പറ്റിയില്ല, അദ്ദേഹത്തിന്റെ മകൻ തയ്ച്ചു പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മകൾ തയ്ച്ചു പഠിക്കുന്നുണ്ട്. അവര് നമ്മളുടെ ഇതിൽ തയ്ച്ചു പഠിച്ചാലത്തെ സ്ഥിതി എന്തായിരിക്കും? നമ്മളുടെ നല്ല തുണിയിൽ തയ്ച്ചു പഠിച്ചാലത്തെ എന്തായിരിക്കും? അപ്പൊ ആരാണോ ആ പേഴ്സണൽ സ്കില്ലുള്ളത്, എക്സ്പെർട്ടൈസ് ഉള്ളത്, അവർ തന്നെയാണ് അത് ചെയ്യേണ്ടത്. മറ്റുള്ള ലീഗൽ റെപ്രസെന്റേറ്റീവ്സിനൊന്നും അത് ചെയ്യാനായിട്ടുള്ള സ്കിൽ അത്രയ്ക്ക് വന്നിട്ടുണ്ടാവില്ല. പക്ഷെ എല്ലാ പ്രോമിസസും ഇതുപോലെ ആകണമെന്നില്ല. ഒരു സ്കില്ലും ഒരു എക്സ്പെർട്ടൈസും ആവശ്യമില്ലാത്ത കോൺട്രാക്റ്റുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളതില് ഇവർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആർക്ക് പോയിട്ട് ചെയ്യാവുന്നതാണ്? ലീഗൽ റെപ്രസെന്റേറ്റീവ്സിന് ചെയ്യാവുന്നതാണ്. മൂന്നാമതായിട്ടുള്ളതാണ് ദി ഏജന്റ് അപ്പോയിന്റഡ് ബൈ ദ പ്രോമിസർ ക്യാൻ പെർഫോം ദി കോൺട്രാക്ട് പ്രൊവൈഡ് ദ കോൺട്രാക്ട് ഡസ് നോട്ട് ഇൻവോൾവ് എനി പേഴ്സണൽ സ്കിൽ ഓർ കൺസിഡറേഷൻ. ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പേഴ്സണൽ സ്കില്ലോ കൺസിഡറേഷനോ ഒന്നും ആവശ്യമില്ലാത്ത ഒരു കോൺട്രാക്ടിന്റെ പ്രോമിസർക്ക് ആരെ അപ്പോയിന്റ് ചെയ്യാം? ഒരു തേർഡ് പേഴ്സണെ, ഒരു ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യാം. ഇനി ഒരു തേർഡ് പേഴ്സണ് കോൺട്രാക്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ജനറലി കോൺട്രാക്ട് പെർഫോം ചെയ്ത് പ്രോമിസർ തന്നെയായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലീഗൽ റെപ്രസെന്റേറ്റീവ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഏജന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആ പ്രോമിസർ ആർക്ക് വേണമെങ്കിലും ചില അവസരത്തിൽ അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. പേഴ്സൺസ് ഹൂ ക്യാൻ ഡിമാൻഡ് പെർഫോം ചെയ്യണമെന്ന് ഡിമാൻഡ് ചെയ്യാനായിട്ട് ആർക്കൊക്കെ സാധിക്കും? ഒരു സംശയവും അല്ലെ? ഇപ്പൊ ഞാനും നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടിയാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുള്ളതെങ്കിൽ ഞാൻ പ്രോമിസറും
നിങ്ങൾ പ്രോമിസ് ചെയ്യുമാണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാനിങ്ങനെ ചെയ്യാതെ തട്ടിമുട്ടി നടക്കുമ്പോൾ നിങ്ങൾ ടീച്ചർ അന്നൊരു കാര്യം പറഞ്ഞിരുന്നില്ല, അത് ചെയ്തെന്നില്ലല്ലോ എന്നങ്ങനെ പറയും. അപ്പൊ ആർക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റും? പ്രോമിസിക്ക്. പ്രോമിസ് ഈസ് ദി ഓൺലി പേഴ്സൺ. അല്ലാതെ വേറെ ക്ലാസ്സിലെ കുട്ടികൾ വന്ന് ചോദിക്കണം എന്നോട്, ടീച്ചർ ഇപ്പൊ തേർഡ് സെം ബികോമില് അത് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ചെയ്തു കൊടുത്തില്ലല്ലോ. അപ്പൊ ഞാൻ നീ പോടാ, നീ പോയി നിന്റെ പണി നോക്കടാ, എന്റെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യം ഞാൻ അന്വേഷിച്ചോളൂ പറയും. പക്ഷെ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടി എന്നോട് പറയണ്, ടീച്ചർ അന്ന് ചെയ്തുതരാന്ന് പറഞ്ഞാൽ ചെയ്തെന്നില്ലല്ലോ എന്നാണ്. ഞാൻ ചെയ്തുതരാട്ടാ, അല്ലാതെ നീ പോടാ നിന്റെ പണി നോക്കി പോടാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എനിക്ക് ഞാൻ വിവരം അറിയും അല്ലെ, നിങ്ങളെ നല്ലത് കിട്ടേണ്ടത് എനിക്ക്. അപ്പോ പേഴ്സൺസ് ഹൂ ക്യാൻ ഡിമാൻഡ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രോമിസ് ഈസ് ദി ഓൺലി പേഴ്സൺ ഹൂ ക്യാൻ ഡിമാൻഡ് ദ പെർഫോമൻസ് ഓഫ് ദി പ്രോമിസ്. ഈവൻ വെൻ ദ പ്രോമിസ് ഈസ് മെയ്ഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദി തേർഡ് പേഴ്സൺ ഓൺലി ദ പ്രോമിസ് ക്യാൻ ഡിമാൻഡ് പെർഫോമൻസ്. തേർഡ് പേഴ്സന്റെ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ആരാണോ നമ്മുടെ പ്രോമിസ് ആയിട്ട് വന്നത്, പ്രോമിസിക്കാണ് നമ്മളോട് പ്രോമിസറോട് പറയാനുള്ള അധികാരമുള്ളത് പെർഫോം ചെയ്യാനായിട്ട്. പെർഫോമൻസ് ഓഫ് ജോയിന്റ് പ്രോമിസ്, ചില അവസരത്തിൽ ജോയിന്റ് പ്രോമിസ് പെർഫോം ചെയ്യുന്നതായിരിക്കും. വെൻ ടു ഓർ മോർ പേഴ്സൺസ് മേക്ക് എ ജോയിന്റ് പ്രോമിസ്. ഒരു പ്രോമിസ് വരുന്നത് രണ്ടോ അതിലധികം പേരുകളാണെങ്കിൽ ഇവിടെ ജോയിന്റ് പ്രോമിസ് ആയിരിക്കും വരുന്നത്. സെക്ഷൻ 42 to 45 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ടെൽ us who should make the payments and who can demand performance of agreement. ഇത് ആരൊക്കെയാണ് പെർഫോം ചെയ്യേണ്ടത്, ഡിമാൻഡ് ചെയ്യേണ്ടത് ആരൊക്കെയാണെന്നുള്ളത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 42, 43, 44, 45 അതിനെ കുറിച്ചിട്ട് പറയുന്നത്. ഇനി പെർഫോമൻസ് ഓഫ് ജോയിന്റ് പ്രോമിസ് എന്ന് പറയുന്നത്, ദ ജോയിന്റ് പ്രോമിസേഴ്സ് ഓർ ദെയർ ലീഗൽ റെപ്രസെന്റേറ്റീവ്സ് ഷുഡ് ജോയിന്റ്ലി പെർഫോം ദ പ്രോമിസ്. ഇഫ് എനി വൺ ഓഫ് ദ ജോയിന്റ് പ്രോമിസേഴ്സ് ഡൈസ്, ഇപ്പൊ 2 പേര് കൂടിയിട്ട് ഒരു പ്രോമിസ് ചെയ്യാമെന്ന് പറഞ്ഞു, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി 2 പേരിൽ ഒരാൾ മരിച്ചുപോയി. അപ്പൊ അതിന് പകരം ഹിസ് ലീഗൽ റെപ്രസെന്റേറ്റീവ് ഷുഡ് മേക്ക് ദ പേയ്മെന്റ് അലോങ് വിത്ത് ദ സർവൈവിംഗ് ജോയിന്റ്. ഇപ്പൊ എയും ബിയും കൂടിയിട്ടാണ് പ്രോമിസ് ചെയ്തത്, ബി മരിച്ചുപോയി. അപ്പൊ എയും ബിയുടെ ലീഗൽ റെപ്രസെന്റേറ്റീവ്സ്. ഇഫ് ഓൾ ദ ജോയിന്റ് പ്രോമിസേഴ്സ് ഡൈ, എയും മരിച്ചു ബിയും മരിച്ചു, അപ്പൊ എന്തുണ്ടാകും? എയുടെ ലീഗൽ റെപ്രസെന്റേറ്റീവ്സും ബിയുടെ ലീഗൽ റെപ്രസെന്റേറ്റീവ്സും കൂടിയിട്ടായിരിക്കണം അത് ചെയ്യേണ്ടത്. The promisee also can compel any one of the joint promises to perform the promise. അപ്പോൾ പ്രോമിസിക്കും കമ്പൽ ചെയ്യാം പെർഫോം ചെയ്യാനായിട്ട്. In the case of 2 or more people making a joint promise, the promisee can face any one of or all of the promises to perform the promise. Joint promisers are jointly and severally bound to perform the promise. 2ൽ കൂടുതൽ പേര് കൂടിയിട്ടാണ് പ്രോമിസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അങ്ങനെയുള്ള അവസരത്തിലും പ്രോമിസിക്ക് എന്ത് ചെയ്യാനുള്ള അവകാശമുണ്ട്? പെർഫോം ചെയ്യാനായിട്ട് പറയാനുള്ള അവകാശം. ഇനി അടുത്താണ് ടൈം ആൻഡ് പ്ലേസ് ഫോർ പെർഫോമൻസ് ഓഫ് എ പ്രോമിസ്. അങ്ങനെ 2 പേര് കൂടിയിട്ട് ഒരു കോൺട്രാക്ട് എൻ്റർ ചെയ്യുന്നു, ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്യുന്നു. അപ്പൊ അതിനൊരു ടൈമും പ്ലേസ് ഉണ്ട്, എവിടെ വെച്ച്, എങ്ങനെ, എപ്പോൾ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അവിടെ വരും. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടില് സെക്ഷൻ 46, 47, 48, 49, 50 അതിൽ റൂൾസിലൊക്കെ പറയുന്നത് ഏത് ഏരിയയെ കുറിച്ചാണ്? ടൈം ആൻഡ് പ്ലേസ് ഓഫ് എ പെർഫോമൻസ്. വെൻ നോ ടൈം ആൻഡ് നോ ആപ്ലിക്കേഷൻ ഇസ് സ്പെസിഫൈഡ് ഇൻ ദി അഗ്രിമെന്റ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു 100 രൂപ കടം വാങ്ങി, എൻ്റെ കയ്യിൽ പെട്ടെന്ന് പൈസ ഇല്ലാണ്ട് ഞാൻ കടം വാങ്ങി. ഞാനത് നിങ്ങൾക്ക് തിരിച്ചു തരാമെന്നുള്ളത് പ്രത്യേകിച്ച് ഞാനൊരു ടൈമും പ്ലേസ് ഒന്നും പറയുന്നില്ല. പക്ഷെ നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്, കോളേജിൽ വെച്ചിട്ടായിരിക്കും തരുന്നത്, കോളേജ് ടൈമിലായിരിക്കും തരുന്നത് അല്ലെ. ഒരു കോമൺ സെൻസ് അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ ചില കേസുകളൊക്കെ ഉണ്ടായിരിക്കും. When no time and no application is specified in the agreement, the promiser should perform the promise without being demanded. Such a case, general understanding is that performance should take place within reasonable time. ചില കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഇങ്ങനെ പറയുമൊന്നുമില്ല, ഇങ്ങനെ ഇത്ര സമയം അങ്ങനെയൊന്നും പറയില്ല. പക്ഷെ ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, വിതിൻ റീസണബിൾ ടൈമിനുള്ളിൽ തന്നെ അത് ചെയ്തിരിക്കണം എന്നുള്ളത് ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ 100 രൂപ വാങ്ങിയിട്ട് ഞാൻ തിരിച്ചു തന്നേയില്ല, കുറേ നാൾ കഴിഞ്ഞു. കുട്ടിക്ക് ആകെ വിഷമായി, ടീച്ചർ ഈ 100 രൂപ എനിക്ക് തന്നില്ലല്ലോ. ഞാൻ എന്നിട്ട് ഒരു 5-8 മാസം കഴിഞ്ഞപ്പോ, തന്റെ ഞാൻ 100 രൂപ വാങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? എന്ത് ബുദ്ധിമുട്ട്, ഒരു സുഖമില്ല അല്ലെ. എൻ്റെ ഒരു ഡിസിപ്ലിൻ, ഞാൻ ഫിനാൻഷ്യലി ഡിസിപ്ലിൻ ഉള്ള ആളാന്ന് നിങ്ങൾക്ക് തോന്നില്ല. അപ്പൊ അങ്ങനെ എന്ത് കാര്യത്തിൽ നമുക്കൊരു റീസണബിൾ ടൈം ഉണ്ട്. റീസണബിൾ ടൈം ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ദി ബിസിനസ്. റീസണബിൾ ടൈം എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ദി ബിസിനസ്, അല്ലെങ്കിൽ സർക്കംസ്റ്റൻസസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ ടൈം എന്ന് പറയുന്നത് അതാണ്.
When the day is specified in the agreement but no mention is made about application, the promise can be performed at any time during the usual business hours. ഇന്ന സമയത്ത് ഇപ്പൊ ബാങ്കിങ് അവേഴ്സ് ഇന്ന ദിവസം തന്നെ ബാങ്കിൽ പോയിട്ട് അത് ചെയ്യണം ഉണ്ടാവും. ആ ഡേയെ നമ്മൾ പറയുള്ളൂ, ടൈം നമ്മൾ പറയില്ല. പക്ഷെ ടൈം അവിടെ അണ്ടർസ്റ്റുഡ് ആണ്. ബാങ്കിൽ ഒരു ബാങ്കിങ് അവേഴ്സ് ഉണ്ട്, ആ അവേഴ്സിലായിരിക്കണം നമ്മൾ പോകേണ്ടത്. അപ്പൊ അവിടെ ടൈം പറയേണ്ട ആവശ്യം അവിടെ വരുന്നില്ല, ഡേ മാത്രം പറഞ്ഞാൽ മതി. When time of performance is specified and the promiser has to ask for performance, the demand for performance must be made at the proper time and place within a usual hours of business. ചില കേസുകളിൽ നമുക്ക് ടൈമിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഡേക്കും പ്രോപ്പർ ടൈമിനും ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും, പ്ലേസിനും ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ പ്ലേസ് നോക്കിയിട്ട് റീസണബിൾ ആയിട്ടുള്ളത് നോക്കിയിട്ട് വേണം പെർഫോമൻസ് ചെയ്യാനായിട്ട്. വെൻ ദ പ്ലേസ് ഓഫ് പെർഫോമൻസ് ഈസ് നോട്ട് സ്പെസിഫൈഡ് ഇൻ ദി അഗ്രിമെന്റ്, ചിലപ്പോൾ അഗ്രിമെന്റിൽ പ്രത്യേകിച്ച് പ്ലേസ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. എന്നിരുന്നാലും അത് പെർഫോം ചെയ്യേണ്ടത് പ്രോമിസി നീഡ് നോട്ട് ആസ്ക് ഫോർ പെർഫോമൻസ്. ദ പ്രോമിസർ ഷുഡ് ആസ്ക് പ്രോമിസി ടു ഫിക്സ് റീസണബിൾ പ്ലേസ് ഫോർ പെർഫോമൻസ്. പ്രോമിസി അത് ചോദിക്കേണ്ട ആവശ്യമില്ല. പ്രോമിസർ പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണ് കൺവീനിയന്റ് ആയിട്ടുള്ള സ്ഥലം, അവിടെ വരാം ഞാൻ എന്നുള്ളത് പറയേണ്ടത് പ്രോമിസർ ആയിരിക്കണം. ദെൻ ഓൺലി ഷുഡ് ദ പ്രോമിസർ ഡെലിവർ ദ ഗുഡ്സ് അറ്റ് ദ പ്ലേസ് ഫിക്സ്ഡ് ബൈ ദ പ്രോമിസി. അങ്ങനെ പറഞ്ഞതിന് ശേഷം മാത്രമേ ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിലാണെങ്കിൽ ഗുഡ്സ് ഡെലിവർ ചെയ്യാൻ പാടുള്ളൂ. മറ്റുള്ള കേസുകളിലൊക്കെ ആണെങ്കിലും പെർഫോം ചെയ്യുന്നതിനേക്കാൾ മുൻപ് കൺവീനിയന്റ് ആയിട്ടുള്ള പ്ലേസ് നമ്മൾ ചോദിക്കേണ്ടതാണ്. അതുപോലെ തന്നെ when the manner and time of performance is fixed by the promisee, the promiser should perform the promise in the manner and at the time specified in the promisee. ഏത് മാനർ അനുസരിച്ചാണ് പെർഫോം ചെയ്യേണ്ടത്, ഏത് ടൈം അനുസരിച്ചാണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ടതാണ്. പെർഫോമൻസ് ഓഫ് ദി പ്രോമിസ് അറ്റ് എ സ്പെസിഫൈഡ് ടൈം. ചില പെർഫോമൻസ് ടൈമിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. അതായത് ചില അതിൽ ടൈം ഇപ്പോൾ വളരെ ഇപ്പോൾ പെരിഷബിൾ ഗുഡ്സ് ആണ് ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ടൈമിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ദ പാർട്ടീസ് ടു ദ കോൺട്രാക്ട് സ്പെസിഫൈ ദ ടൈം ഫോർ എ പെർഫോമൻസ്. ഇൻ സച്ച് കോൺട്രാക്ട് ബോത്ത് ദ പാർട്ടീസ് ഷുഡ് സ്ട്രിക്ട്ലി ഫോളോ ദ ടൈം ഫിക്സ്ഡ് ഫോർ ദി പെർഫോമൻസ്. അങ്ങനെയുള്ള അവസരത്തിൽ രണ്ട് പാർട്ടീസും ഏത് പെർഫോം ചെയ്യാനായിട്ട് ടൈം ഫിക്സ് ചെയ്തതിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. അതായത് ആ ടൈമിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കോൺട്രാക്ട് പെർഫോം ചെയ്യുന്നതിൽ ഫെയിലിയർ ആയി എന്നായിരിക്കും വരുന്നത്. ഇൻ ദിസ് കോൺട്രാക്ട്സ് ദ ടൈം ആൻഡ് മാനർ ഓഫ് പെർഫോമൻസ് ആർ പ്രിസ്ക്രൈബ്ഡ് ബൈ ദി പ്രോമിസ്. ഇങ്ങനെയുള്ള കോൺട്രാക്റ്റുകളിൽ എങ്ങനെയായിരിക്കണം അത് പെർഫോം ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് പ്രോമിസ് ആയിരിക്കും. പെർഫോമൻസ് ഓഫ് പ്രോമിസ് വിതിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം. ചില അതിൽ സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ തന്നെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതായത് എസ്പെഷ്യലി കമേഴ്സ്യൽ കോൺട്രാക്ട്സിൽ ടൈമിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ടൈമിൽ തന്നെയായിരിക്കണം അത് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള കേസാണ് അറ്റ് ദ ടൈം ഓഫ് ദി കോൺട്രാക്ട് ബോത്ത് ദ പാർട്ടീസ് ഹാവ് എക്സ്പ്രസ്ലി അഗ്രീഡ് ടു ട്രീറ്റ് ടൈം ആസ് ദി എസൻസ് ഓഫ് ദി കോൺട്രാക്ട്. അവർ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വളരെ ഇമ്പോർട്ടൻസ് എന്തിനു കൊടുത്തിട്ടുണ്ടായിരിക്കും, ടൈമിന് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇൻ കേസ് വേർ ഡിലേ ഇൻ ദ പെർഫോമൻസ് കോഴ്സസ് ഇഞ്ചുറി ടു ദി അതർ പാർട്ടി. എന്തെങ്കിലും കാരണവശാൽ പെർഫോം ചെയ്യുന്നതിൽ ഡിലേ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് അടുത്ത മറ്റേ പാർട്ടിക്ക് അത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ഇൻ കേസ് വേർ ദി നേച്ചർ ആൻഡ് നെസസിറ്റി ഓഫ് ദി കോൺട്രാക്ട് റിക്വയർ ടൈം ടു ബി ദ എസൻസ് ഓഫ് ദി കോൺട്രാക്ട്. ആ കോൺട്രാക്ടിന്റെ നേച്ചറിൽ തന്നെ ഉണ്ടായിരിക്കും ടൈമിന് വളരെയധികം ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ഒരു മാരേജിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതിനാണ് നമ്മൾ ആ മാരേജിന്റെ ഡേറ്റിൽ തന്നെ ആ ടൈമിൽ തന്നെ അതിന്റെ മുഹൂർത്തം ഉണ്ടായിരിക്കും. അതിന്റെ ഓരോ കാര്യങ്ങൾക്ക് തന്നെ നമ്മളത് എത്തിച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇഞ്ചുറി ഉണ്ടായിരിക്കുന്നതായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ചിലതിൽ വളരെയധികം സീരിയസ് ആയിട്ട് എന്ത് കാര്യം നമ്മൾ നോക്കേണ്ടതാണ്, ടൈമിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.